നമസ്കാരം. അച്ഛൻ പി മാധവന്റെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ വിഷമത്തിലാണ് നടി കാവ്യ മാധവനും കുടുംബവും. 75-കാരനായ പി മാധവൻ കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ വെച്ചാണ് മരിച്ചത്. കാസർഗോഡ് നീലേശ്വരം സ്വദേശിയാണ് പി മാധവൻ. സുപ്രിയ ടെക്സ്റ്റൈൽസിൽ എന്ന വസ്ത്രവ്യാപാര സ്ഥാപനത്തിന് ഉടമയായിരുന്നു. കാവ്യയ്ക്കൊപ്പം എന്നും നിഴലായി കൂടെയുണ്ടായിരുന്നയാളാണ് അച്ഛൻ. മക്കളുടെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം തണലായി നിന്ന വ്യക്തി. കാവ്യ കലാകാരിയാകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് പിതാവാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു പി മാധവന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. തീർത്തും സ്വകാര്യമായ മരണാനന്തര ചടങ്ങുകളായിരുന്നു അദ്ദേഹത്തിന്റെ വെണ്ണലയിലെ വീട്ടിൽ വെച്ച് നടന്നത്. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചിരുന്നില്ല. മാധ്യമ വിലക്കുണ്ടായിരുന്നു. അത്രയും അടുത്ത ആളുകൾ വീടിന്റെ ഉള്ളിൽ ചെന്നാണ് അവസാനമായി ഒരു നോക്ക് കാണുന്നത്. ഇടപ്പള്ളിയിലെ പൊതു ശ്മശാനത്തിൽ ഇക്കഴിഞ്ഞ ദിവസം രാവിലെയായിരുന്നു സംസ്കാരം. എന്നാൽ അവിടെയും കുടുംബം ആരും പങ്കെടുക്കാൻ എത്തിയില്ല. എല്ലാ മരണാനന്തര ചടങ്ങുകളും നടത്തിയ ശേഷമാണ് മൃതദേഹം സംസ്കാരത്തിനായി എത്തിച്ചത്. അന്ത്യചുമനം നൽകാൻ പോലും കുടുംബം എത്താഞ്ഞത് എന്ത് എന്ന ചോദ്യങ്ങൾ പലരും ചോദിച്ചെങ്കിലും അത് തീർത്തും സ്വകാര്യമായി വയ്ക്കാനാണ് കുടുംബം ആഗ്രഹിച്ചതെന്നും അപ്പോൾ ആ ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ലെന്നതാണ് യാഥാർത്ഥ്യമെന്നും സോഷ്യൽ മീഡിയയിലൂടെ പലരും പറയുന്നു. തീർത്തും വൈകാരിക മുഹൂർത്തങ്ങളെയെല്ലാം കാഴ്ചയാക്കുന്ന ചില ക്യാമറ കണ്ണുകളെ വിലക്കിയ രീതി അക്ഷരാർത്ഥത്തിൽ കയ്യടി അർഹിക്കുന്ന കാര്യമാണ്. ചാനൽ റീച്ചിനു വേണ്ടി മൊബൈൽ ക്യാമറകളിൽ പോലും വൈകാരിക നിമിഷങ്ങൾ പകർത്തിയെടുത്ത് പുറം ലോകത്ത് എത്തിക്കുന്നത് തീർത്തും പ്രൈവസിയിലേക്കുള്ള കടന്നുകയറ്റം കൂടിയാണ്. അത്തരം കടന്നുകയറ്റങ്ങൾക്ക് ഒരു തടയിടൽ കൂടിയാണ് ഇക്കഴിഞ്ഞ ദിവസം കാവ്യയുടെ വീട്ടിൽ സംഭവിച്ചത്. കാവ്യയുടെ വീട്ടിലേക്ക് ചില താരങ്ങൾ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുന്നതൊഴിച്ചാൽ കുടുംബാംഗങ്ങളുടെ നിസ്സഹായത എവിടെയും തുറന്നു കാണിക്കാൻ കുടുംബം അനുവദിച്ചില്ല. ചെന്നൈയിലെ വീട്ടിൽ വെച്ചാണ് മാധവന് ഹൃദയാഘാതം ഉണ്ടാകുന്നത്. സംഭവ സമയത്ത് മകൾ കാവ്യയും ദിലീപ് അടക്കമുള്ള കുടുംബവും ഒപ്പമുണ്ടായിരുന്നു. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. എന്നാൽ പെട്ടെന്നുണ്ടായ അറ്റാക്കാണ് മരണത്തിലേക്ക് നയിച്ചത്. റിപ്പോർട്ടുകൾ പ്രകാരം മരിക്കുന്ന ദിവസം പോലും പുറത്തൊക്കെ പോയി ഉത്സാഹത്തോടെ തിരികെ വീട്ടിലെത്തിയ ശേഷം TV കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെടുന്നതും അറ്റാക്കാണെന്ന് സ്ഥിരീകരിക്കുന്നത്. ഏവർക്കും പ്രിയപ്പെട്ട വ്യക്തിയായിരുന്നു കാവ്യയുടെ അച്ഛൻ, എല്ലാവരുടെയും മാധവേട്ടൻ. പലർക്കും അദ്ദേഹത്തിന് വേർപാട് ഉൾക്കൊള്ളാനായിട്ടില്ല. ഏറ്റവും ഒടുവിലത്തെ പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ മകൾക്കൊപ്പം നിഴലായ അച്ഛനും ഉണ്ടായിരുന്നു. ആഴ്ചകൾക്ക് മുൻപേ ഇരുവരും നടത്തിയ യാത്ര. ചെറുപ്പം മുതൽക്കേ അങ്ങനെയാണ്. കാവ്യയെ ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിച്ചതിൽ അദ്ദേഹത്തിനുള്ള പങ്ക് ചെറുതല്ല. ബാലതാരമായുള്ള അരങ്ങേറ്റം മുതൽ നായികയായുള്ള ഏറ്റവും ഒടുവിലത്തെ ചിത്രം വരെയും മാധവനാണ് കാവ്യയ്ക്ക് നിഴലായി ഒപ്പമുണ്ടായിരുന്നത്. മകൾ പലവിധ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ഊണും ഉറക്കവും എല്ലാം വീക്ഷിച്ചു കൂട്ടിയിരുന്ന അച്ഛൻ കൂടിയായിരുന്നു അദ്ദേഹം. ഏറ്റവും ഒടുവിൽ മകളുടെ ഒപ്പം മകളുടെ കൺമുൻപിൽ വെച്ചായിരുന്നു ആ മരണം സംഭവിച്ചത്. കാവ്യയുടെ നിർണായകമായ പല പ്രസ് മീറ്റുകൾക്ക് മുൻപിൽ നിന്ന് കാവ്യയെ നയിച്ചതും അദ്ദേഹം തന്നെയായിരുന്നു. അതേസമയം തങ്ങളുടെ പ്രിയപ്പെട്ട മാധവേട്ടന്റെ മരണം ഇപ്പോഴും അദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ടവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അത്രയും ആരോഗ്യവാനായി എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്ന അദ്ദേഹം കൊച്ചുമക്കൾക്ക് ഒരു കൂട്ടുകാരനെ പോലെ മക്കൾക്കൊപ്പം എന്തിനും ഏതിനും കൂട്ടുനിന്ന അച്ഛൻ കൂടിയായിരുന്നു. മകളുടെ കരിയറിന് വേണ്ടി സ്വന്തമായി പടുത്തുയർത്തിയ ബിസിനസ് സാമ്രാജ്യം പോലും വേണ്ടെന്ന് വെച്ച മാധവേട്ടൻ വീടും നാടും എല്ലാം വിട്ടാണ് മകൾക്ക് വേണ്ടി യാത്ര തിരിച്ചത്. എന്നാൽ മകളെ തനിച്ചാക്കിയുള്ള ഈ യാത്ര തീർത്തും വേദനാജനകമെന്നാണ് ഏവരും അഭിപ്രായപ്പെടുന്നത്. ഏകമകൾ ആയതുകൊണ്ട് തന്നെ തന്നോട് അച്ഛന് ഒരു പ്രത്യേക വാത്സല്യവും സ്നേഹവുമായിരുന്നുവെന്നും കാവ്യ തന്നെ പറഞ്ഞിട്ടുണ്ട്. വിവാദങ്ങളിലും വ്യക്തിജീവിതത്തിൽ വന്ന അപ്രതീക്ഷിത തിരിച്ചടികളിലും മകൾക്ക് കരുത്ത് പകർന്നുകൊണ്ട് അച്ഛൻ മാധവൻ എന്നും ഒപ്പമുണ്ടായിരുന്നു. മകളുടെ പഠന സൗകര്യത്തിന് വേണ്ടി കാവ്യ ചെന്നൈയിലേക്ക് താമസം മാറിയപ്പോൾ അവിടെയും മകൾക്ക് നിഴലായി സ്വന്തം നാട് ബിസിനസ് മറന്ന് അച്ഛനും ചെന്നൈയിലേക്ക് താമസം മാറി. അമ്മ ശ്യാമളയും അച്ഛൻ മാധവനുമാണ് തന്റെ നട്ടലെന്നാണ് പലകുറി കാവ്യ പറഞ്ഞിട്ടുള്ളത്. കാവ്യയുടെ ഒപ്പമുണ്ടായെങ്കിലും പൊതുവെ മിതഭാഷിയായ മാധവനേക്കാൾ അമ്മ ശ്യാമളയെയാണ് മകളുടെ കൂടെ പലപ്പോഴും കണ്ടിട്ടുണ്ടാവുക. അപൂർവം ചില അഭിമുഖങ്ങളിൽ മാത്രം പിതാവ് മാധവൻ കാവ്യയ്ക്കൊപ്പം പങ്കെടുത്തിട്ടുണ്ട്. അപ്പോഴും അധികമായി ഒന്നും സംസാരിക്കാത്ത പ്രകൃതക്കാരനായാണ് അദ്ദേഹത്തെ പുറലോകം കണ്ടിരിക്കുക. പിന്നീട് മകൾ മലയാളത്തിലെ മുൻനിര നായികയായപ്പോഴും അച്ഛൻ മാധവൻ തന്നെയായിരുന്നു മാനേജറും ബോഡിഗാർഡുമെല്ലാം. എല്ലാ കാര്യങ്ങളിലും മാതാപിതാക്കളുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ചാണ് കാവ്യ നീങ്ങിയിരുന്നത്. ആദ്യ വിവാഹ ജീവിതം പരാജയപ്പെട്ടപ്പോഴും മകളെ കുറ്റപ്പെടുത്താതെ ചേർത്ത് പിടിച്ച് അഭിനയത്തിലേക്ക് തിരികെ കൊണ്ടുവന്നതിലും മാതാപിതാക്കൾക്ക് വലിയ പങ്കുണ്ട്. ദിലീപുമായുള്ള വിവാഹശേഷം വിവാദങ്ങളും വിമർശനങ്ങളും ഒറ്റപ്പെടുത്തലുകളും കാവ്യയ്ക്ക് അനുഭവിക്കേണ്ടി വന്നപ്പോഴും കുടുംബം നടിയെ തള്ളിപ്പറയുകയോ ഉപേക്ഷിക്കുകയോ ചെയ്തിരുന്നില്ല. കാവ്യ മാത്രമല്ല, ആ സമയത്ത് മാതാപിതാക്കളും ക്രൂരമായ സൈബർ ആക്രമണത്തിന് ഇരകളായിരുന്നു. മകൾ വലിയ താരമാണെങ്കിലും ആ പ്രശസ്തി ഉപയോഗിക്കാൻ നടിയുടെ മാതാപിതാക്കൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. വളരെ വിരളമായി മാത്രമേ ഇരുവരും അഭിമുഖങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ. എൻ്റെ കുട്ടിക്കാലം തൊട്ട് അമ്മയെയും അച്ഛനെയും ആശ്രയിച്ചായിരുന്നു ജീവിച്ചിരുന്നത്. പിന്നെ എനിക്ക് ചുറ്റിലും നിൽക്കുന്നവരുമായും ഞാൻ വേഗം ഡിപ്പെൻഡ് ആകും. സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവസരം ലഭിച്ചിരുന്നില്ല എന്നാണ് മുമ്പൊരിക്കൽ മാതാപിതാക്കളെക്കുറിച്ച് സംസാരിക്കവേ നടി പറഞ്ഞത്. നടിയുടെ സഹോദരൻ മിഥുനും കുടുംബവും ഓസ്ട്രേലിയയിൽ സെറ്റിൽഡ് ആണ്. മകൾക്ക് സ്കൂൾ അവധി തുടങ്ങുമ്പോൾ ചേട്ടനും കുടുംബത്തിനും ഒപ്പം സമയം ചിലവഴിക്കാൻ കാവ്യ ഓസ്ട്രേലിയയിലേക്ക് പറക്കാറുണ്ട്. മീനാക്ഷിയും മഹാലക്ഷ്മിയും ചെന്നൈയിൽ പഠിക്കാൻ തുടങ്ങിയതോടെയാണ് ദിലീപും കാവ്യയും ചെന്നൈയിൽ സ്ഥിരതാമസമായത്. എല്ലാവരോടും സ്നേഹത്തിൽ പെരുമാറാൻ മാത്രമേ തങ്ങൾ ശ്രമിക്കാറുള്ളൂവെന്നും അതുകൊണ്ട് തന്നെ ആളുകൾ വഞ്ചിക്കുകയും ചെയ്യാറുണ്ടെന്നും മുമ്പൊരിക്കൽ കാവ്യ പറഞ്ഞിരുന്നു. ഞാൻ എല്ലാം വിശ്വസിക്കുന്ന ആളാണ്. അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. നല്ലതും ചീത്തതുമായ അനുഭവങ്ങൾ. എനിക്ക് എല്ലാവരെയും വിശ്വസിക്കാനാണ് ഇഷ്ടം. ഇപ്പോൾ ഒരു പരിധിവരെ ആളുകളെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അനുഭവം കിട്ടി മാറിയതാണ്, അല്ലാതെ ഞാൻ അതിന് ശ്രമിച്ചിട്ട് മാറിയതല്ല. ഞാൻ 5 വയസ്സിൽ സിനിമയിൽ വന്നു എന്ന് പറഞ്ഞില്ലേ, 4 വയസ്സ് വരെയാണ് ഞാൻ നോർമലായിട്ടുള്ള ഒരു കുട്ടിയായിട്ട് ജീവിച്ചിട്ടുള്ളൂ. 5 വയസ്സ് മുതൽ സിനിമയാണ് എൻ്റെ ലോകം. അവിടെ എനിക്ക് നല്ല അനുഭവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ.
എന്നെ ആരും ദുരുപയോഗമൊന്നും ചെയ്തിട്ടില്ല, ആരും ഞാൻ വിശ്വാസത്തിന്റെ പേരിൽ. എന്നെ പറ്റിക്കാൻ അവരുടെ ടൈം പാസിന് എന്ന പോലെ എന്നെ ഇങ്ങനെ പരികേറ്റും. ഞാൻ അതിന് എന്തെങ്കിലും മണ്ടത്തരം പറയുക, അതൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി, നേരം പോക്കിന് വേണ്ടിയുള്ള പറ്റിക്കൽ മാത്രമേ എൻ്റെ അടുത്തുണ്ടായിട്ടുള്ളൂ എന്നുമാണ് കാവ്യ മാധവൻ പറഞ്ഞിരുന്നത്. ചെറുപ്പം മുതൽ 2 മക്കളിലും കലാപരമായ കഴിവുകൾ വളർത്തിയെടുക്കാൻ മാധവനും ശ്യാമളയും ശ്രമിച്ചിരുന്നു. അങ്ങനെയാണ് കാവ്യ നൃത്തം സംഗീതവും പഠിപ്പിക്കുന്നത്. സ്കൂൾ കാലത്ത് കലോത്സവ വേദികളിൽ കാവ്യ സജീവമായിരുന്നു. അക്കാലത്ത് എല്ലാ തിരക്കും മാറ്റിവെച്ച് ഊണും ഉറക്കവും കളഞ്ഞ് മകൾക്കൊപ്പം കൂട്ടായി നിന്നിരുന്നതെല്ലാം മാധവനായിരുന്നു. ബിസിനസ് തിരക്കുകൾക്കിടയിലും മകളുടെ എല്ലാ ഇഷ്ടങ്ങൾക്കും ഒപ്പം നിന്ന അച്ഛനാണ്. മാധവന്റെയും ശ്യാമളയുടെയും മകൾ കാവ്യ കലോത്സവ വേദികളിൽ നിന്നും മിന്നും താരമായിരുന്നു. തിളങ്ങുന്ന വിടർന്ന കണ്ണുകളുള്ള ആ പെൺകുട്ടി ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയിലൂടെ മലയാളത്തിലെ നായിക പദവി അലങ്കരിക്കുമ്പോൾ നിശബ്ദ സാന്നിധ്യമായ അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു. മകൾക്ക് കൂട്ടായി ഷൂട്ടിംഗ് സെറ്റിലേക്ക് അമ്മയും അച്ഛനും പോവുക പതിവായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമയിലെത്തിയ കാവ്യ നായികയായത് 14-ാം വയസ്സിലായിരുന്നു. ദിലീപിന്റെ നായികയായി ഒട്ടനവധി സിനിമകളിൽ അഭിനയിച്ചിരുന്നു. ഏത് വേഷമായാലും മികച്ച രീതിയിൽ ചെയ്യാനുള്ള കഴിവ് തന്നെയാണ് കാവ്യയുടെ പ്രത്യേകത. അഭിനയ മികവിന് ധാരാളം അംഗീകാരവും താരത്തെ തേടി വന്നിരുന്നു. കാവ്യ അഭിനയത്തിലേക്ക് തിരിച്ചെത്തുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആരാധകരുണ്ട്. ബാലതാരമായി സിനിമയിൽ എത്തിയതു മുതൽ ഇപ്പോൾ വരെയും മലയാളികൾ ഒരുപോലെ കാവ്യ മാധവൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെയാണ് നടി നായികയായി വന്നത്. പിന്നീട് മലയാള സിനിമയുടെ നായിക സങ്കല്പമായി മാറുകയായിരുന്നു. 2 പതിറ്റാണ്ടോളം മലയാളത്തിലെ മുൻനിര നായികയായി തന്നെ ജീവിച്ചു. മുൻനിര നായകന്മാർക്കൊപ്പമെല്ലാം അഭിനയിക്കുവാൻ ഭാഗ്യം ലഭിച്ച താരം കൂടിയാണ് കാവ്യ.